പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനെ കേരള പോലീസ് വളരെ നാടകീയമായിട്ടും സാഹസികമായിട്ടും അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇന്നിപ്പോൾ മലയാളക്കരയെ അമ്പരപ്പിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രഞ്ജിത്തിനെക്കുറിച്ച് അറിയാവുന്ന ആർക്കും, അല്ല അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ള ആർക്കും ഇങ്ങനൊരു പരാതിയെക്കുറിച്ചോ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചോ പ്രത്യേകിച്ച് സംശയത്തിൻ്റെ ആവശ്യമില്ല. പുള്ളിയെക്കുറിച്ച് നേരത്തെയും ഇതുപോലെ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല അപവാദങ്ങളും പ്രചരിച്ചിട്ടുണ്ട്, പല കിംവദന്തികളും നിലനിൽക്കുന്നുണ്ട്. എന്തിന് രഞ്ജിത്തിനെ പറയണം? സിനിമാ രംഗത്തുള്ള ഒട്ടുമിക്ക നടന്മാർക്കെതിരായിട്ടും സംവിധായകർക്കെതിരായിട്ടും സാങ്കേതിക വിദഗ്ധന്മാർക്കെതിരായിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെയുള്ളവർക്കെതിരായിട്ടും ഇതുപോലെ നിരവധി അനവധി പരാതികൾ, പരിഭവങ്ങൾ, അപവാദങ്ങൾ, കിംവദന്തികൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നുകൊണ്ട് ഒരു വാർത്തയുമായിരുന്നില്ല, അത് പരാതിയുമായിരുന്നില്ല, കോടതി കേസുമായിരുന്നില്ല. ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ അതുമല്ലെങ്കിൽ നടനോ മറ്റാർക്കെങ്കിലുമോ മുൻകൂർ ജാമ്യം തേടിയോ പിൻകൂർ ജാമ്യം തേടിയോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടിയിരുന്നില്ല, കോടതിയിലും പോകേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കാലത്തെ പല പ്രമുഖ സംവിധായകരും നിർമ്മാതാക്കളും സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ സൽപ്പേരോടുകൂടി പരലോകത്തെത്തിയത്. പണ്ട് ഇതുപോലെയൊക്കെ പരാതി കൊടുക്കാൻ ആളും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീപക്ഷ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പലരും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജയിലറയിൽ കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു. ഇപ്പം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. ഹേമ കമ്മിറ്റി പോലുള്ള കെട്ടുകാഴ്ചകൾ ഉണ്ടായത്. ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പും സിനിമയിൽ പീഡനം ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി ഉള്ള സമയത്തും പീഡനമുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത് അഭംഗുരം, അക്ഷീണം തുടരുകയാണ്. പക്ഷേ പരാതികൾ താരതമ്യേന കുറവേ വന്നിരുന്നുള്ളൂ. ഇനി പരാതിപ്പെട്ടവർക്ക് അപമാനമുണ്ടായെന്നല്ലാണ്ട് ആർക്കെതിരെ പരാതി പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ക്ഷതമോ തകരാറൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് പല യോഗ്യന്മാരും ഇപ്പോഴും വെറും ആരോപണ വിധേയരായിട്ട് നെഞ്ചി പിരിച്ച് നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം വന്നത്. അത് ഇപ്പോഴൊന്നും ഉണ്ടായതല്ല. പണ്ട് ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ബംഗാളി നടിയോട് മോശമായി പെരുമാറി എന്ന ആരോപണമുണ്ടായി. ഈ നടി തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. ഒരു മീട്ടു ആരോപണമായിട്ട് അത് ഉയർന്നു വന്നു. രഞ്ജിത്തിനെ ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഡിഫെൻഡ് ചെയ്തിരുന്നത്, പക്ഷേ അവർ ചെയ്തില്ല. അതിനെ തുടർന്ന് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രാജിവെക്കിട്ടു. അതിനെ തുടർന്നാണ് നമ്മുടെ ജംബോ ആയിട്ട് അഭിനയിച്ച പ്രേംകുമാർ ഈ ആക്ടിംഗ് ചെയർമാനായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അപവാദം ഉണ്ടായി, അദ്ദേഹം രാജിവെച്ചു. അത് ആളുകൾ കുറേശ്ശെ മറക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതാ പുതിയ ആരോപണം ഉണ്ടായത്. അപ്പോൾ രഞ്ജിത്ത് എന്ന് വെച്ചാൽ വേറൊരു സംവിധായകനല്ല, അത് ജനപക്ഷത്ത് നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങിനും ജാഥയ്ക്കും സിന്ദാബാദ് വിളിക്കാൻ പോകുന്നൊരു സഖാവാണ്. അദ്ദേഹം പണ്ട് മുതലേ SFI പ്രവർത്തകനായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഇടതുപക്ഷം ചേർന്ന് നടക്കുന്ന ഒരു ചലച്ചിത്രകാരനായിട്ടാണ് അദ്ദേഹത്തെ നമ്മുടെ സിനിമാ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമിയുടെ പ്രധാന സ്ഥാനത്ത് വെച്ചത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ കഴിഞ്ഞ കൃത്യം 5 കൊല്ലം മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ആലോചിച്ചാണ് CPM. അതായത് പ്രദീപ് കുമാറിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഈ രഞ്ജിത്തിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ഉദ്ദേശിച്ചത്. പാർട്ടി എന്ന് വെച്ചാൽ പിണറായിയും അദ്ദേഹത്തിൻ്റെ മരുമകനായ സഖാവ് റിയാസും ആലോചിച്ചത്. ആ ഡീൽ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പക്ഷേ അപ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ കുറേയൊക്കെ ഉയർന്നു. ഇയാളുടെ സിനിമകളൊക്കെ വളരെ പ്രതിലോമകരമാണ്, ഇയാൾ പുറമേക്ക് മാത്രം കാണപ്പെടുന്ന ഒരു സഖാവാണ്, സാക്ഷാൽ സഖാവല്ല എന്ന രീതിയിലുള്ള പല വിമർശനങ്ങളും ഉയർന്നു. അതേ തുടർന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ല. അതിന് പകരമായിട്ടാണ് ഒരു സമാശ്വാസ സമ്മാനം എന്ന രീതിയിലാണ് ചലച്ചിത്ര അക്കാദമിയിൽ വെച്ചത്. ഇപ്പോൾ അതുമില്ല ഇതുമില്ല, അമ്മയുടെ ദീക്ഷയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായി. വളരെ സാഹസികവും നാടകീയവുമായ രീതിയിൽ കേരള പോലീസ് ഈ രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ ആക്ട് ചെയ്യും. ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ മറ്റന്നാളെ പുള്ളിക്ക് കോഴിക്കോട് സെഷൻസ് കോടതി, അതല്ലെങ്കിൽ കേരള ഹൈക്കോടതി ജാമ്യം അനുവദിക്കും, മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ പിൻകൂർ ജാമ്യം അനുവദിക്കും. അദ്ദേഹം വീണ്ടും നിരപരാധിയായിട്ട് അഭിനയിച്ച് പൊതുസമൂഹത്തിൽ തുടരുകയും ഇനിയും സിനിമയെടുക്കുകയും ഇതുപോലെ വേറെയും നടികളെ സൗമ്യവും സൗകര്യം അനുസരിച്ച് പീഡിപ്പിക്കുകയും ചെയ്യും. കാരണം സിനിമാ വ്യവസായത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ്, ഒരവിഭാജ്യ ഘടകം എന്ന് തന്നെ പറയാം പീഡനം. അപ്പോൾ പീഡനമില്ലെങ്കിൽ സിനിമയില്ല, സിനിമ ഉണ്ടെങ്കിൽ പീഡനം ഉണ്ടാകും.
ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതെല്ലാം നാളെ മറ്റന്നാൾ അവസാനിക്കാനുള്ളതുമല്ല. അപ്പോൾ ഏതായാലും രഞ്ജിത്തിനെ തൽക്കാലത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നവരെ ആളുകൾക്ക് പറയാനും ചവയ്ക്കാനും ഉള്ളൊരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഇതിൽ പ്രധാനമായിട്ട് തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഒരു മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ടും ഈ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവ് കൊടുത്ത് കോടതിയിൽ പോകാൻ അവസരം കൊടുക്കാതെ നാടകീയമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ചില യുവ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളടങ്ങിയ പരാതികൾ ഒന്നുകിൽ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഏതേത് MLA-മാരെയാണ്, ഏതൊക്കെ MP-മാരെയാണ് പോലീസ് ഈ വരും ദിവസങ്ങളിൽ, അതായത് ഈ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞ് ദുഃഖശനിയും കഴിഞ്ഞ് ഈസ്റ്ററിന് മുമ്പായിട്ട് പൊക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി സഖാവിൻ്റെ ആ മുറയിലൊന്ന് ബൂസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുമുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗവും കൂടിയാണ് ഈ അറസ്റ്റ് എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് വളരെ കർത്തവ്യബോധത്തോടി ഉത്തരവാദിത്തബോധത്തോടി ഈ പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ കേരള പോലീസിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ, അതും പിണറായി സഖാവിൻ്റെ ഭരണകാലത്ത് ആ രീതി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ആവാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കിംവദന്തികൾ ഒരു മേള വിശ്വസിച്ച് പോകുന്നത്.